പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. സന്തോഷങ്ങൾ വരുമ്പോൾ ചിരിക്കാൻ പറ്റുന്നില്ല, സങ്കടങ്ങൾ വരുമ്പോൾ ഒരുപാട് കരയാൻ തോന്നുക. പ്രിയപ്പെട്ടവർ, ഇന്നലെ എൻ്റെ നാട്ടിൽ ഒരു മരണമുണ്ടായി. മരണകാരണം എൻ്റെ സ്നേഹിതൻ പറഞ്ഞപ്പോൾ എന്താ പറയേണ്ടതെന്നറിയില്ല. ഈ ഒരു സമയം വരെ ആ സങ്കടം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ മാതാപിതാക്കൾക്ക് 3 പെൺമക്കളാണ്. 2 പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു. ഈ മരിച്ച കുട്ടിക്ക് 31 വയസ്സായി. ഇനിയും കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് കുറച്ച് ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ വരുന്ന കല്യാണമൊക്കെ മുടങ്ങി. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. 3 വർഷമായി ഉപ്പ മരണപ്പെട്ടു. പിന്നെ ഉള്ളത് ഉമ്മയാണ്. ഈ അടുത്തായി ഉമ്മയും മരണപ്പെട്ടു. ഈ കുട്ടിയുടെ മൂത്ത ആളുടെ 2 ആളുടെയും കല്യാണം കഴിഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ഇപ്പോൾ അനാഥയായി, ആരുമില്ലാത്തവരായി. മരണകാരണം കേട്ടപ്പോൾ എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു സങ്കടം. വെറുമൊരു പല്ലുവേദനയാണ് മരണത്തിന് കാരണമായത്. ഈ കുട്ടിക്ക് ഇടയ്ക്കൊക്കെ പല്ലുവേദന വരാറുണ്ടത്രേ. അപ്പോൾ ഉമ്മയുള്ള സമയത്തൊക്കെ അവിടെയുള്ള പഞ്ചായത്തിലൊക്കെ കാണിച്ച്, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഗുളിയൊക്കെ കഴിച്ച്, പല്ലുവേദനയുടെ വേദന സംഹാരിയൊക്കെ കഴിച്ച് ആശ്വാസം നേടുമത്രേ. അപ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടതോടുകൂടി ഈ കുട്ടിക്ക് ആരോടും പറയാനില്ലാത്ത ഒരവസ്ഥയായി. ഈ വേദന മാറാൻ വേണ്ടി കുട്ടി തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി വേദന സംഹാരി ഗുളിക വാങ്ങി കഴിക്കും. അങ്ങനെ ആശ്വാസം കണ്ടെത്തും. ഇതാരോട് പറയാനാണ്? ഇതാരോടാണ് ഈ കുട്ടി പറയേണ്ടത്? അനാഥയല്ലേ? ഈ കുട്ടിയുടെ വേദന പറയാൻ ആരുമില്ലാതായില്ലേ? പടച്ച റബ്ബേ, മുമ്പൊക്കെ ഉമ്മയോട് പറയാമായിരുന്നു. ഇനി ആരോടാണ് ഞാൻ പറയുക? മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കണ്ടേ എന്ന് കരുതി വേദന സംഹാരിയും കഴിച്ച് കുറേ നാൾ കഴിഞ്ഞു. അങ്ങനെ പല്ലുവേദന കൂടി ആ വായൊക്കെ പഴുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൂടെ പിറന്ന ജ്യേഷ്ഠത്തിയോട് പറയുന്നത്. ജ്യേഷ്ഠത്തി അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ വരാൻ താമസിച്ചു പോയി, വൈകിപ്പോയി, ഇനി ഇതിന് ചികിത്സയില്ല, സംഭവം ക്യാൻസറാണ്. ഇത് കാണിക്കാതെ വെച്ച് പഴുപ്പ് കയറി അത് ക്യാൻസറായി മാറി. ഇന്നലെ ആ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ ഈ മരണകാരണം പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായിപ്പോയി. ആ കുട്ടി എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും റബ്ബേ. അനാഥയായതുകൊണ്ട് തന്നെ ഇതാരോടും പറയാനും വയ്യ. കുറച്ച് റബ്ബേ, ആ കുട്ടി എത്ര വേദന സഹിച്ചിട്ടുണ്ടാകുമല്ലേ റബ്ബേ. കബറിടം വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ കുട്ടിയെ മനസ്സിലോർത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ. കുറച്ച് റബ്ബേ, സുഖമെന്താണെന്ന് അറിയാത്ത കുട്ടിയാണ് റബ്ബേ. ആ കുട്ടിക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. കബറിടം വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. കുറച്ച് റബ്ബേ, ക്ഷമ കൊടുക്കാനുള്ള ആ കുടുംബം ഖബറിലാണല്ലാ. അവർക്കും നീ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബേ, 2 കൂടപ്പിറപ്പും കൂടെ ഉണ്ടായിട്ടും പടച്ച റബ്ബേ, ആ കൂടപ്പിറപ്പിനോട് പറയാതെ വേദന സഹിച്ച് നിന്നിലേക്ക് മടങ്ങിയിരിക്കുകയാണ് റബ്ബേ. നീ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ. റബ്ബേ, ജീവിതത്തിൽ സുഖമെന്താണെന്ന് അറിയാതെ നിന്നിലേക്ക് വന്നതാണ് റബ്ബേ. അവിടെ നീ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.